അപ്പോൾ ഡിയേഴ്സ്, നമ്മുടെ ഇന്നത്തെ കോംബോ തയ്യാറാക്കാൻ തുടങ്ങാം. ഇന്നത്തെ കോംബോ എന്ന് പറയുന്നത് 7ാമത്തെ കോംബോ ആണ്. അപ്പൊ നമ്മൾ 6 കോംബോ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞാൽ സന്തോഷം. ഇത് നമ്മുടെ ലഞ്ച് സീരീസിന് ഒരു ബ്രേക്ക് എടുക്കാം ഇതോട് കൂടിയിട്ട്. അപ്പൊ അതിന് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കുട്ടികളുടെ ടിഫിൻ ബോക്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ലഞ്ച് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് ആസ് യൂഷ്വൽ ചാറുകറിയാണ്. അതിന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ പാവയ്ക്ക വെച്ചിട്ടുള്ള ഒരു കറിയാണ്. ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ പെട്ടെന്ന് ചെയ്യാം. അപ്പൊ അതിന്റെ കുറച്ച് ടിപ്സ് ഉണ്ട്. അതെല്ലാം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കണ്ടാൽ മതി. അതിന്റെ ലിങ്ക് ഞാൻ താഴെ തരാം കേട്ടോ. എനിക്ക് ചെറിയതായിട്ട് കോൾഡും തൊണ്ടവേദനയുള്ള കാരണം എന്റെ സൗണ്ട് ശരിയല്ല, ക്ഷമിക്കണം. അപ്പൊ നമുക്ക് അതിൽ തന്നെ കടായിലോട്ട് ഒരു 3 ചെറിയുള്ളി ചെറുതാക്കി എറിഞ്ഞത്, ഒരു സവാളയുടെ പകുതി, ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള മാത്രം ഇട്ടാൽ മതി കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില, 3 പച്ചമുളക് നെടുകെ കീറിയത്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ എരിവുള്ള മുളക് പൊടി 3/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഓപ്ഷനിലാണ്. ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു നുള്ളു ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയുടെ പകുതി ഭാഗം, ഇപ്പോൾ ഒരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിനുശേഷം നമുക്ക് പാവയ്ക്ക, ഒരു വലിയ പാവയ്ക്കയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പാവയ്ക്കാണെങ്കിൽ ഒരെണ്ണം എടുക്കാം. അത് നൈസാക്കി അരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ പാവയ്ക്കയുടെ കയ്പ് മാറ്റാനുള്ള വിദ്യയൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തല്ലോ, നമുക്ക് നന്നായിട്ട് കൈ വെച്ചങ്ങ് ഞാൻ റെഡി കൊടുക്കാം. ഈ കറിയൊക്കെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം അല്ലെങ്കിൽ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളേക്കാണ് ഏറ്റവും രുചി ഉണ്ടാവുക. ഇപ്പോൾ ഉടനെ കഴിക്കുമ്പോൾ ചെറിയൊരു കയ്പുണ്ടാവും, പക്ഷെ നാളേക്ക് ആവുമ്പോൾ കയ്പൊന്നും ഉണ്ടാവില്ല. ഞാൻ ഗ്യാരണ്ടി. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ വെള്ളപ്പാവയ്ക്കാണെങ്കിൽ കുറച്ചും കൂടെ കയ്പ് കുറവായിരിക്കും, പച്ചയ്ക്കാണ് ഏറ്റവും കയ്പ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇത് 10-20 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഞാനിപ്പോൾ തന്നെയാണ് റെഡിയാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വാട്ടിയെടുക്കാം. ഒരു 5 മിനിറ്റോളം വാട്ടിയതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ വാട്ടിയെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ ഈ നമ്മൾ ചേർത്തിരിക്കുന്ന പാവയ്ക്കൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് വാട്ടിയെടുക്കാൻ പറയുന്നത്. നമ്മൾ ഓൾറെഡി വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ള കാരണം ഇനി വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്ന് 5 മിനിറ്റ് വാട്ടിയെടുത്ത ശേഷം നമുക്കിതിലോട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചിട്ട് അങ്ങ് വേവിക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാങ്ങയാണ്. മാങ്ങ നമ്മൾ ആദ്യം തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊരു പകുതി ഭാഗം കുക്കായതിനു ശേഷം മാത്രം മാങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ അടുത്ത് മാങ്ങ ഇല്ലെങ്കിൽ മാങ്ങയ്ക്ക് പകരമായിട്ട് നമുക്ക് കോൽപ്പുളി, അതായത് സാമ്പാർ പുളി ഉപയോഗിക്കാം, അതല്ലെങ്കിൽ കൊടംപുളി ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇരുമ്പാമ്പുളിയാണ്. മാങ്ങയാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റോളം അങ്ങ് മാറ്റിയെടുക്കാം. ഞാനിതിൽ ഒരു കാര്യം ചേർക്കാൻ മറന്നുപോയിണ്ടായിരുന്നു. ഇഞ്ചി ചതച്ചത്, ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അരിഞ്ഞ് ചേർത്താലും മതി. പിന്നെ വെളുത്തുള്ളി താല്പര്യമാണെങ്കിൽ ഒരു വെളുത്തുള്ളി ചേർക്കാം, പക്ഷെ ഞാനിവിടെ വെളുത്തുള്ളി ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ ചേർത്തിരിക്കുന്ന പാവയ്ക്കൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. 5 മിനിറ്റോളം വാട്ടിയെടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. നമുക്ക് ഇതിലോട്ട് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതങ്ങ് പകുതി കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ പാവയ്ക്കയും ഒക്കെ നന്നായി ഒരു പകുതി കുക്കായിട്ടുണ്ട്. അതിലോട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ മാങ്ങയാണ് എനിക്കിവിടെ കിട്ടിയത്. ചെറിയ മാങ്ങ, പക്ഷെ നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അത്രേ ചേർക്കുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന മാങ്ങ അനുസരിച്ച് അത് മാറ്റം വരുത്തണേ. എന്നിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് നന്നായി അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മാങ്ങയൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്, ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. ഞാനിവിടെ കട്ടി തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. അതിനുശേഷം നമുക്ക് തീ കുറയ്ക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. 2-3 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് വേറെ അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ട് ഇതിലോട്ട് താളിച്ച് ചേർക്കണേ. ഇതിലേക്ക് ഞാൻ അല്പം മാത്രം ശർക്കര പൊടിച്ചത് ചേർക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല. ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം, അല്ലെങ്കിൽ ഇതൊന്നും ചേർക്കാതിരിക്കാം. നമുക്ക് അടപ്പ് മാറ്റി വെക്കാം. താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരല്പം മാത്രം ഉലുവയുടെ പൊടി നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു നല്ലൊരു വാസനയ്ക്ക് വേണ്ടി ഉലുവ ഒരു 4-5 ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്, കറിവേപ്പില, അതിനുശേഷം ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടാണ് അതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എക്സോസ്റ്റ് ഫാൻ ഇടണം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ കറിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എരിവൊക്കെ നോക്കിയപ്പോൾ എരിവ് ഉണ്ടെങ്കിൽ മുളക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഉപ്പ് മാത്രം എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചേരം അടച്ചു വെക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് തയ്യാറാക്കാൻ പോകുന്ന ഒരു പൊരിയലാണ്, അതായത് ക്യാരറ്റ് ബീൻസ് പൊരിയൽ. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ്. അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കാം. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒക്കെ ചെയ്യാം കേട്ടോ. തമിഴ് റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉഴുന്നുപരിപ്പ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഉഴുന്നുപരിപ്പ് ഉണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. കടുകൊക്കെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി ഭാഗം ഇട്ട് കൊടുക്കാം. നൈസൊക്കെ അരിഞ്ഞത്.
അല്ലെങ്കിൽ ചെറിയ ഉള്ളി കേട്ടോ. ഞാനിപ്പോൾ സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യുമിൻ ഇടാം, അതായത് ജീരകം ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ജീരകം ചേർക്കുന്നില്ല. സവാളയും പച്ചമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ എരിവിന് വേറെ ഒന്നുമില്ല. അപ്പോൾ പച്ചമുളക് ഒരു 6 ഞാൻ ചേർത്തിട്ടുണ്ട്. അത് പക്ഷെ അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 6 ചേർത്തിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ക്യാരറ്റും ബീൻസും വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. ഒരുപാട് ഇങ്ങനെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായി ഒന്ന് വാടി വന്നാൽ മാത്രം മതി. ഈ പൊരിയിൽ ഉണ്ടാക്കുമ്പോൾ ആ സവാള കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് നമ്മൾ പൊടിയായിട്ട് വേറെ ഒന്നുമില്ല, മഞ്ഞപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. മുളക് പൊടിയൊന്നും ഇല്ല കേട്ടോ ഇതിൽ. മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് അങ്ങ് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. പൊരിയിലായതുകൊണ്ട് നമുക്ക് തേങ്ങ വേണമല്ലോ. അതായത് നമ്മൾ പൊരിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് തോരനാണ് കേട്ടോ. ഒരു കൈപ്പിടി അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് 2-3 മിനിറ്റ് വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ കേട്ടോ. ഇതിലും പലപ്പോഴും പലരും വെളുത്തുള്ളിയൊക്കെ ചേർക്കാറുണ്ട്. അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടോളൂ കേട്ടോ. ഞാൻ വെളുത്തുള്ളി ഒന്നും ചേർക്കാറില്ല ഇതിലൊന്നും. വെളുത്തുള്ളിയും ജീരകമൊന്നും ഇതിൽ നമ്മൾ ചേർക്കാറില്ല. അപ്പം ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പം എല്ലാം കൂടി നന്നായി ഒന്ന് യോജിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. തുറന്നിട്ട് വളർത്തി എടുത്തിട്ടുണ്ട്. ഒരു നുള്ളു മാത്രം കുരുമുളക് പൊടി, ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. നമുക്ക് ഓഫ് ചെയ്യാം. ഇത്രയുള്ള പരിപാടി. അപ്പോൾ ടേസ്റ്റൊക്കെ നോക്കാൻ മറക്കരുത്. ഉപ്പൊക്കെ കറക്റ്റാണ്. എരിവും ഉപ്പെല്ലാം കറക്റ്റാണ്. പച്ചമുളകാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക സീക്രട്ട് എന്ന് പറഞ്ഞെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഇതിലതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ്. നമ്മുടെ മധുരക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി. ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് എന്തായാലും ഉണ്ടായിരുന്നു. ഞാനത് കുക്ക് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതന്നെ ഉണ്ടാക്കാമെന്ന്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഒരു 5-6 ചെറിയുള്ളി വളരെ നൈസൊക്കെ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള ഒരു പകുതി സവാള ഉപയോഗിക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറിയ ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കാം. നമ്മുടെ ചെറിയുള്ളിയൊക്കെ ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു അല്പം കാശ്മീരി മുളക് പൊടി കേട്ടോ. 1/4 ടീസ്പൂൺ മാത്രം മതി. അത് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക്. അതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം. ഇതൊക്കെ ചെറിയ തീയിലാണ് ഇടുന്നത് കേട്ടോ. 2 തരത്തിലുള്ള സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടായിരുന്നു. ഒന്ന് മഞ്ഞ കളറും ഒരു കളർ ഇല്ലാത്തതും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തലേദിവസം ഇന്നലെ തന്നെ ഇത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചെന്ന് രാവിലെ അത് എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചപ്പോൾ കുറച്ചും കൂടി ഈസിയാണ് ഇത് ഹാൻഡിൽ ചെയ്യാൻ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മെനുവിൽ വേറെ ആയിരുന്നു ഐറ്റംസ്. പക്ഷെ ഇന്ന് തൊണ്ട സുഖമില്ലാത്ത കാരണം ഞാൻ മെനു മാറ്റിയതാണ്, എളുപ്പത്തിലുള്ളതാക്കി. അല്ലെങ്കിൽ പൂണ്ടുകുളമ്പൊക്കെ ഉണ്ടാക്കാൻ വെച്ചിരിക്കുകയായിരുന്നു. പൂണ്ടുകുളമ്പ് നമ്മൾ വീഡിയോ ഇട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വളരെ നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ് കേട്ടോ. തമിഴ് റെസിപ്പി ആണെങ്കിൽ പോലും നമ്മുടെയൊക്കെ എന്താ തീയലൊക്കെ ഇല്ലേ, തീയലിനൊക്കെ ഒരു അളിയൻ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൂണ്ട് കുളമ്പ്, കത്തിരിക്ക കുളമ്പ്, അങ്ങനെ എല്ലാ ഇട്ടിട്ടുണ്ട്. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ അടുത്ത ആഴ്ച മുതൽ ഞാൻ ഒന്നില്ലെങ്കിൽ കിഡ്സ് മെനു, എല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ കേട്ടോ. നമ്മൾ നോക്കട്ടെ, അതിനനുസരിച്ച് ഞാൻ ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള റെസിപ്പീസൊക്കെ കാണാൻ മറക്കരുതേ. പിന്നെ MRIൻ്റെ റിസൾട്ട് വന്നു. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ കയ്യിന് മാക്സിമം റെസ്റ്റ് കൊടുക്കുക. ഇതേപോലെ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. C5 C6ൻ്റെ അടുത്തുള്ള ഇഷ്യൂസാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോസ്ചർ ശരിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല കുട്ടിയാവാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. ആവശ്യമില്ലാണ്ട് കുറേ പണിയെടുക്കണ്ട, ആവശ്യത്തിന് മാത്രം ജോലി ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അഡ്വൈസൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുട്ടികളെ, നമുക്ക് ചോറ് വിളമ്പിയാലോ? ചോറ് പ്രശ്നം വിളമ്പുന്നില്ല. ഇതേപോലെ പ്ലേറ്റിൽ വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാ കറികളെടുത്ത് വെക്കാം. പൊരിയിൽ മെഴുക്ക് പുരട്ടി. ഞാനിവിടെ വെറുതെ സലാഡ് ഉണ്ടാക്കിയിട്ടോ. കച്ചമ്പർ, അതായത് സവാള, പച്ചമുളക്, തക്കാളി, തൈര്, ഉപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള കറി പാവയ്ക്ക പച്ചമാങ്ങ കറി പ്ലസ് ഒരു പപ്പടം. ഇന്നത്തെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള കോംബോ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ 7ാമത്തെ കോംബോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഫോട്ടോ എടുത്തതിന് ശേഷം കഴിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കുട്ടികളെ. അപ്പം നമുക്കൊന്ന് കഴിച്ച് നോക്കണ്ടേ. ആവിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്വീറ്റ് പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി. ഞാൻ കുറച്ച് ചോറ് എടുക്കട്ടെ. പപ്പടം അവസാനത്തേക്ക് വെക്കാം. ഇതാണ് നമ്മുടെ മെയിൻ കറി. ഞാൻ പറഞ്ഞ പോലെ ഇത് നാളേക്ക് ഈ ടേസ്റ്റ് ആയിരിക്കില്ല, ഇതിനേക്കാളും സൂപ്പറായിരിക്കും. പക്ഷേ നമ്മളിത് വിചാരിക്കും. പാവയ്ക്ക് ഇഷ്ടപ്പെടാത്തവർ പോലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഗ്യാരണ്ടി നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും. ഒരു എന്താ പറയുക, നോമ്പിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അസൽ കറിയാണ് ഇത്. ആദ്യം തന്നെ ഇത് മാത്രം കൂട്ടി കഴിക്കുക. മാങ്ങ അടിപൊളി മാങ്ങയാണ് കേട്ടോ. കറക്റ്റ് പുളിയാണ്. ഓവറായിട്ടില്ല, കുറഞ്ഞിട്ടുമില്ല.
കുറച്ച് പൊരിയലും. അപ്പോൾ പൊരിയലിന് ചെറിയൊരു മധുരമുണ്ട്. ഇതിന് വെറുതെ ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന സംഭവമാണ്. കൂടെ കൂട്ടി കഴിക്കണമെന്നൊന്നുമില്ല. നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ അടിപൊളി. നമ്മളെല്ലാം എടുത്ത് നോക്കണ്ടേ, അല്ലെങ്കിൽ നമുക്ക് ഒരു വിഷമമായാലോ. അപ്പോൾ നമ്മുടെ കോംബോ എല്ലാവരും തയ്യാറാക്കി നോക്കുക, ഫീഡ്ബാക്ക് തരും. അത്യാവശ്യം കുറേ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് ഈ കോംബോ. ഈ 7 ദിവസത്തെ കോംബോയിൽ തന്നെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബുധനാഴ്ച ആയിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. അതിന് മുമ്പ് ആരോഗ്യമൊക്കെ ശരിയായി കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 വീഡിയോ അല്ലെങ്കിൽ 3 വീഡിയോ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്